സഭയുടെ ടാൻ ഉപയോഗിച്ച് TDS ചെല്ലാൻ എടുക്കുന്നത് എങ്ങനെയെന്നാണ് ഈ വീഡിയോയിലൂടെ പറയുവാൻ ശ്രമിക്കുന്നത്. സഭയുടെ ടാൻ ഇടവകയ്ക്കോ സംഘടനകൾക്കോ സ്ഥാപനങ്ങൾക്കോ ഉപയോഗിക്കുന്നതിന് സഭാ സെക്രട്ടറിയുടെ അനുവാദം ആവശ്യമാണ്. സഭ നിർദ്ദേശിക്കുന്ന രീതിയിൽ കണക്കുകൾ കൃത്യമായി സമർപ്പിച്ചവർക്ക് ടാൻ ഉപയോഗിക്കുന്നതിനുള്ള അനുവാദം നൽകണമെന്നുള്ള ഇടവക വികാരിയുടെ അപേക്ഷ ലഭിക്കുന്ന പക്ഷം സഭാ ഓഫീസിൽ നിന്നും ടാൻ അയച്ചു തരുന്നതാണ്. TDS കുറവ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയും പ്രാധാന്യവും 2016 അഭിവന്യ ഡോക്ടർ ജോസഫ് മാർത്തോമാ മെത്രാപ്പോലിത്തയുടെ കൽപ്പന നമ്പർ 316, അഭിവന്യ ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പോലിത്തയുടെ കൽപ്പന നമ്പർ 50, 89 എന്നിവയിലൂടെ ഏവരെയും അറിയിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് TDS ചെല്ലാൻ ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് കാണാം. ഇൻകം ടാക്സിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലാണ് TDS ചെല്ലാൻ ക്രിയേറ്റ് ചെയ്യേണ്ടത്. incometax.gov.in incometax.gov.in എന്ന വെബ്സൈറ്റിൽ പ്രവേശിച്ചതിന് ശേഷം ലോഗിൻ ചെയ്യാതെ തന്നെ ഇടത് ഭാഗത്ത് കാണുന്ന ക്വിക്ക് ലിങ്ക്സ് എന്ന തലക്കെട്ടിന് താഴെയായി പേ ടാക്സ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന സ്ക്രീനിൽ സഭാ ഓഫീസിൽ നിന്നും ലഭ്യമായ ടാൻ കൃത്യമായി ടൈപ്പ് ചെയ്ത് നൽകണം. കൺഫേം ചെയ്യുന്നതിനായി വീണ്ടും ടാൻ കൃത്യമായി ടൈപ്പ് ചെയ്യണം. OTP വെരിഫിക്കേഷൻ ഉടൻ ലഭിക്കുവാൻ സാധിക്കുന്ന നിങ്ങൾ ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പർ കൃത്യമായി നൽകിയതിനു ശേഷം കണ്ടിന്യൂ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. താങ്കൾ നൽകിയ മൊബൈലിൽ 6 അക്ക OTP ഉടൻ ലഭ്യമാകുമ്പോൾ അവ തുടർന്നു വരുന്ന സ്ക്രീനിൽ തെറ്റുവരുത്താതെ ടൈപ്പ് ചെയ്ത് നൽകണം. സക്സസ്ഫുള്ളി വെരിഫൈഡ് ത്രൂ OTP എന്ന പേജിൽ സഭയുടെ ടാനും പേരും നമുക്ക് കാണാൻ സാധിക്കും. തുടർന്ന് കണ്ടിന്യൂ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അടുത്ത സ്ക്രീനിൽ ഏത് അസസ്മെൻറ്റ് ഇയർ ആണെന്ന് വ്യക്തമാക്കണം. സാമ്പത്തിക വർഷം 2024-25 ആണെങ്കിൽ അസസ്മെൻറ്റ് ഇയർ 2025-26 ആയിരിക്കും. ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യുന്നത് 2024-25 സാമ്പത്തിക വർഷമായതിനാൽ അസസ്മെൻറ്റ് ഇയർ 2025-26 ആണ്. തുടർന്നുള്ള 2 ഓപ്ഷനിലെ പേ TDS TCS എന്നതിലെ പ്രൊസീഡ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന സ്ക്രീനിൽ നേച്ചർ ഓഫ് പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് ആണ് നൽകേണ്ടത്. ഏത് തരത്തിലുള്ള പേയ്മെൻ്റ് ആണ് നാം നൽകിയത് എന്ന് ഇവിടെ വ്യക്തമാക്കണം. കോൺട്രാക്ടർ, പ്രൊഫഷണൽ എന്നിങ്ങനെ പലതരത്തിലുള്ള നേച്ചർ ഓഫ് പേയ്മെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്. എന്നാൽ സാധാരണയായി കോൺട്രാക്ടർ ഓപ്ഷനാണ് കൂടുതലായി ഇടവകകൾക്ക് ആവശ്യമായിട്ടുള്ളത്. ഇവിടെ നമ്മൾ കോൺട്രാക്ടറിനുള്ള TDS ആണ് അടയ്ക്കുന്നത്. അതിനായി സെർച്ച് ബൈ ഡിസ്ക്രിപ്ഷനിൽ കോൺട്രാക്ടർ എന്ന് ടൈപ്പ് ചെയ്യുക. തുടർന്ന് ലഭ്യമാകുന്ന ആദ്യ ഓപ്ഷനിലെ പേയ്മെൻറ്റ് ഓഫ് കോൺട്രാക്ടേഴ്സ് ആൻഡ് സബ് കോൺട്രാക്ടേഴ്സ് 194C സെക്ഷൻ കോഡ് 94C എന്നതിലെ ചെക്ക് ബോക്സ് ക്ലിക്ക് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ടാക്സ് ബ്രേക്കപ്പ് ഡീറ്റെയിൽസ് നൽകണം. ടൈപ്പ് ഓഫ് പേയ്മെൻറ്റ് എന്ന തലക്കെട്ടിലെ അതർ ദാൻ കമ്പനി ഡിഡക്റ്റിംഗ് ഇൻകം ടാക്സ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. തുടർന്ന് TDS കാൽക്കുലേറ്റ് ചെയ്ത തുക ടാക്സ് എന്ന കോളത്തിൽ എഴുതുക. സർചാർജ്, സെസ്, ഇൻട്രസ്റ്റ്, പെനാൽറ്റി എന്നിവ നിശ്ചിത സമയത്തിനുള്ളിൽ TDS അടയ്ക്കുന്നവർക്ക് സാധാരണയായി ഉണ്ടാകാറില്ല. ആയതിനാൽ ടാക്സ് എന്ന കോളം മാത്രം ഫിൽ ചെയ്ത് കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനി TDS പേയ്മെൻറ്റ് എപ്രകാരമാണ് നാം നൽകുന്നത് എന്ന് വ്യക്തമാക്കണം. നെറ്റ് ബാങ്കിംഗ് ഉള്ള ഇടവകൾക്ക് നെറ്റ് ബാങ്കിംഗ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. കൂടുതൽ ഇടവകൾക്ക് നെറ്റ് ബാങ്കിംഗ് ഇല്ലാത്തതിനാൽ പേ അറ്റ് ബാങ്ക് കൗണ്ടർ എന്ന ഓപ്ഷനാണ് ഇവിടെ സെലക്ട് ചെയ്യുന്നത്. തുടർന്ന് ക്യാഷ്, ചെക്ക്, ഡിമാൻഡ് ഡ്രാഫ്റ്റ്, ഇൻറ്റേർണൽ ട്രാൻസ്ഫർ എന്നിവയിൽ ഏത് പേയ്മെൻറ്റ് മാർഗമാണ് ഉപയോഗിക്കാൻ പോകുന്നതെന്ന് വ്യക്തമാക്കണം. ചെക്ക് എന്ന ഓപ്ഷനാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഏത് ബാങ്കിലൂടെയാണ് ചെക്ക് നിക്ഷേപിക്കുന്നത് എന്ന് ഇവിടെ വ്യക്തമാക്കണം. ഇവിടെ ഫെഡറൽ ബാങ്ക് എന്ന ഓപ്ഷനാണ് യൂസ് ചെയ്യുന്നത്. അതിനാൽ ഫെഡറൽ ബാങ്ക് എന്നത് സെലക്ട് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമ്മൾ ഇതുവരെ ചെയ്ത കാര്യങ്ങൾ റിവ്യൂ ചെയ്യുവാൻ ഇപ്പോൾ അവസരമുണ്ട്. അസസ്മെൻറ്റ് ഇയർ, ഫൈനാൻഷ്യൽ ഇയർ,
നേച്ചർ ഓഫ് പേയ്മെൻറ്റ് എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമാണോ എന്ന് ഉറപ്പുവരുത്തുക. തെറ്റുകളുണ്ടെങ്കിൽ എഡിറ്റ് എന്ന ഓപ്ഷൻ ഉപയോഗിക്കാം. ശരിയാണെങ്കിൽ കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യണം. തുടർന്ന് വരുന്ന സ്ക്രീനിൽ ലഭിക്കുന്ന ഡൗൺലോഡ് ചെല്ലാൻ ഫോം എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ലഭ്യമാകുന്ന ഫോമും അതേ തുകയ്ക്കുള്ള ചെക്കുമായി ബാങ്കിൽ ചെന്ന് TDS പേ ചെയ്യാവുന്നതാണ്. TDS അടച്ചതിൻ്റെ അടുത്ത മാസം 7-ാം തീയതിക്ക് മുമ്പ് ചെല്ലാൻ ക്രിയേറ്റ് ചെയ്ത് ഇപ്രകാരം പണമടയ്ക്കേണ്ടതാണ്. TDS പേ ചെയ്തതിന് ശേഷം TDS റിട്ടേൺ ഫയൽ ചെയ്യുന്നതിനായി സഭാ ഓഫീസിൽ നിന്നും ടാൻ അയക്കുമ്പോൾ കൂടെ ലഭിക്കുന്ന PDF ഡോക്യുമെൻറ്റിൽ കാണിച്ചിട്ടുള്ള മാതൃകയിലുള്ള ഇൻഡംനിറ്റി ബോണ്ട്, കോൺട്രാക്ടറുടെ പാൻ കോപ്പി, TDS ചെല്ലാൻ്റെ കോപ്പി എന്നിവ സഹിതം ഓരോ ക്വാർട്ടറിലും സഭാ ഓഫീസിൽ നൽകേണ്ടതാണ്. ഉദാഹരണത്തിനായി ഏപ്രിൽ ജൂൺ ക്വാർട്ടറിലെ വിവരങ്ങൾ ജൂലൈ 10-ന് മുമ്പ് സഭാ ഓഫീസിൽ നൽകണം. താമസം വരുത്തിയാൽ 200 രൂപ ഒരു ദിവസത്തേക്ക് എന്ന നിരക്കിൽ പിഴ അടയ്ക്കണം. ഈ വീഡിയോ കണ്ടതിലുള്ള നന്ദി അറിയിക്കുന്നു.